ഐ ഗെസ് വെൽക്കം ബാക്ക്. സോ ഇന്ന് ഒരു ലൈവ് ട്രേഡിംഗ് വീഡിയോ ആണ്. ഇന്ന് ട്രേഡ് ചെയ്യുന്നത് ഇക്വിറ്റിയിലാണ്, ഇക്വിറ്റി സ്റ്റോക്കിൽ. ലാസ്റ്റ് ടൈം ഞാനൊരു വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് കമന്റിൽ സൂചിപ്പിച്ചിരുന്നു ഈ ഒരു ഇക്വിറ്റി വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാമോ എന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഈ ഇക്വിറ്റിയിൽ ഞാൻ ഇവിടെ ഒരു സ്റ്റോക്ക് ചൂസ് ചെയ്തിട്ടുണ്ട്. MCX ആണ്. അപ്പം ഞാനിവിടെ ബൈ എൻട്രി ആണ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എൻട്രി എടുക്കാം. നമ്മളിവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ സ്റ്റോക്ക് വളരെ ഫാസ്റ്റായിട്ട് അപ്സൈഡോട്ട് മൂവ്മെന്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഫോർമേഷൻ നടന്നിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് ഞാനിവിടെ ചൂസ് ചെയ്തിരുന്നത്. ഞാനിവിടെ എൻ്റെ ക്വാണ്ടിറ്റി ഇവിടെ ആഡ് ചെയ്യാമെന്ന് 140 ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. റൈറ്റ്, അപ്പം എടുക്കാനുള്ള റീസൺ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ആ ഒരു റീസൺ എന്തുകൊണ്ടാണ് ഞാനിവിടെ ബൈ എൻട്രി എടുത്തതെന്ന് എല്ലാവർക്കും അറിയാം. എൻ്റെ പഴയ വീഡിയോസ്, ലൈവ് ട്രേഡിംഗ് വീഡിയോസ് ഒക്കെ കണ്ടവർക്ക് എസ്പെഷ്യലി അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് ക്ലിക്കാം. കാരണം ഈ ഒരു സ്റ്റോക്കിന്റെ സ്ട്രക്ചർ വൈസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ്, ലാസ്റ്റ് 2 ദിവസം സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഒരു ക്ലീൻ ഹയർ ഹൈ ഫോർമേഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, വളരെ ക്ലീൻ ആയിട്ടുള്ള, വളരെ ഹൈ വോളിയത്തോടു കൂടി, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ ക്ലീൻ ആയിട്ട് മൂവ്മെന്റ് ചെയ്യുന്ന സ്റ്റോക്ക്. അപ്പോൾ ഒരു ക്ലീൻ അപ് ട്രെൻഡ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് റൈറ്റ് അപ് ട്രെൻഡിൽ നമുക്കറിയാം എന്തായാലും ബയേഴ്സ് വളരെ സ്ട്രോങ് ആണെന്ന് അറിയാം. റൈറ്റ്, ബയേഴ്സ് ഒന്ന് വില കുറഞ്ഞ് വരാൻ വേണ്ടി കാത്തിരിക്കും. അതാണ് ഇന്നിവിടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തു, ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തു, ഒരു സ്ലൈറ്റ്ലി ചെറിയൊരു റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ വന്നു. അതൊരു ആക്ച്വലി ഒരു പുൾ ബാക്ക് ആണ്. അതായത് ഒരു അപ് ട്രെൻഡിങ് സ്ട്രക്ചറിൽ വരുന്ന സമയത്ത് അതൊരു ഹയർ ലോ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് ബയേഴ്സ് വരും. റൈറ്റ്, ബയേഴ്സ് വന്ന് മാർക്കറ്റിനെ വളരെ ഷാർപ്പായിട്ട് അപ്സൈഡിലോട്ട് കൊണ്ടുപോകും. അവിടെ ഒരു സ്ട്രോങ് ഡിമാൻഡ് വരുന്ന സമയത്ത് മാർക്കറ്റ് കണ്ടിന്യൂസ്ലി അപ്സൈഡിലോട്ട് പോകും. മാർക്കറ്റ് മീൻസ് ഈ ഒരു സ്റ്റോക്ക്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഒരു ടാർഗറ്റ് പോയിന്റ്, ഒരു സ്റ്റോപ്പ് ലോസ് പോയിന്റ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഓൾമോസ്റ്റ് എനിക്ക് ആ ഒരു ടാർഗറ്റ് എനിക്ക് അവിടെ കിട്ടും. ഞാൻ എത്രയാണ് റിസ്ക് എടുത്തിരിക്കുന്നത് അതിന്റെ 1:2 എന്ന രീതിയിൽ എനിക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്യാം. ടാർഗറ്റും SL ഞാൻ കൊടുക്കും. ഓക്കെ കേസ്, അപ്പം ഞാൻ എൻ്റെ ടാർഗറ്റും SLഉം ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് ഞാനിവിടെ വെച്ചിരിക്കുന്നത് ഡേ ലോയിൻ്റെ അടുത്തും ടാർഗറ്റ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവലിലാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ പ്രോഫിറ്റ് റണ്ണിങ്ങിലാണ് വെയിറ്റ് ചെയ്യാം. അപ്പം ഇക്വിറ്റി ട്രേഡിംഗിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ്, അതായത് സ്റ്റോപ്പ് ലോസ് മസ്റ്റ് ആയിട്ട് കൊടുക്കുക, ടാർഗറ്റും മസ്റ്റ് ആയിട്ട് കൊടുക്കുക. ഇതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഇനി വലിയ മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്ന സ്റ്റോക്കുകളാണെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള ന്യൂസുകളോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്തു പോകുക. വലിയ മൂവ്മെന്റ് വരുന്ന സമയത്ത് നെക്സ്റ്റ് രീതിയിൽ മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കാം. നെക്സ്റ്റ് സിംഗ് ഹൈ ലോന്റെ താഴെ അങ്ങനെ രീതിയിൽ മോഡിഫൈ ചെയ്ത് നിങ്ങൾക്ക് വലിയ മൂവ്മെന്റുകൾ ക്യാപ്ചർ ചെയ്യാം. ഇത് ഏതെങ്കിലും 2 ഫോളോ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. അതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഇപ്പം ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഫിക്സഡ് ടാർഗറ്റും ഫിക്സഡ് സ്റ്റോപ്പ് ലോസും നെക്സ്റ്റ് ലെവലിൽ ഒരു 1:1 എബോവ് കിട്ടുന്ന രീതിയിൽ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ട്രേഡ് 1:2 എന്ന രീതിയിൽ. ഓക്കെ, സോ ഓപ്ഷൻ ട്രേഡിംഗിൽ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് മെയിൻ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ട്രേഡിങ്ങും ഇക്വിറ്റി ട്രേഡിംഗ് എപ്പോഴും കുറച്ച് സ്റ്റേബിൾ ആണ്. ഇപ്പം ഇതേ പൊസിഷൻ ഞാൻ 140 ക്വാണ്ടിറ്റിയാണ് ഇവിടെ MCX എടുത്തേക്കെങ്കിൽ ഞാനിപ്പോൾ നിഫ്റ്റി കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി കോൾ ഓപ്ഷൻ സെയിം ക്വാണ്ടിറ്റി എടുക്കുവാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുക. P&L വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും ഫ്ലക്ച്വേഷൻസ് നടന്നിരിക്കുക. അപ്പോൾ അത് എല്ലാവരെയും കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഇപ്പം ഒരു 3000 പ്രോഫിറ്റ് ഓപ്ഷൻസിലോട്ട് വരും, പെട്ടെന്ന് ഒരു പുൾ ബാക്കിൽ ചിലപ്പോൾ അത് 800 500 വരും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പാനിക്കാം. റൈറ്റ്, അപ്പം ഒരു ബിഗിനർ ടു ഇന്റർമീഡിയറ്റ് ട്രേഡേഴ്സ് എപ്പോഴും ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാണെങ്കിൽ ആദ്യം നിങ്ങൾ ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്യുന്നതന്നെയാണ് ഏറ്റവും ബെറ്റർ. ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്തത്. ഞാൻ 2020-21 ഇക്വിറ്റിയിൽ മാത്രമാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതും വളരെ ഡിസിപ്ലിനോട് കൂടി ടാർഗറ്റും SLയും വെച്ചിട്ടാണ് ഓരോ ട്രേഡിലും കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ ഓപ്ഷൻസിനെക്കാട്ടി കുറച്ചുകൂടി ബെറ്റർ ഇക്വിറ്റി തന്നെയാണ്. ഓക്കെ, അപ്പം ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഈ ഒരു ഇക്വിറ്റി ട്രേഡിംഗ്, ഇന്റർനെറ്റ് ട്രേഡിംഗ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനുള്ളൊരു പ്ലാനാണ്. അതൊരു സീരിയസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഒരുപാട് പേര് ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ്, ചെറിയ ക്യാപിറ്റലൊക്കെ വെച്ചിട്ട് ഓപ്ഷൻസിലോട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം വലിയ നഷ്ടങ്ങൾ വരുത്തി വെക്കാറുണ്ട് ആൾക്കാർ. അപ്പോൾ അവർക്ക് വേണ്ടിയും മേ ബി ഞാൻ ഇക്വിറ്റി ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. ചെറിയൊരു സീരീസിൽ ഒരു ഫിക്സഡ് ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് റിസ്ക് മാനേജ് ചെയ്ത് ഒരു സീരിയസ് ഒരു ചലഞ്ചിങ് എന്ന രീതിയിൽ ഞാൻ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണ്. മേ ബി നെക്സ്റ്റ് വീക്ക്. അപ്പോൾ എന്തായാലും ഞാനിവിടെ എൻ്റെ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം. ഓക്കെ,
അതുപോലെ ട്രേഡിംഗ് മാസ്റ്ററിയുടെ ബാച്ച് 22 ഈ വരുന്ന നെക്സ്റ്റ് മൺഡേ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇതിൽ നമ്മൾ ഇക്വിറ്റി, ഫോറക്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡിംഗ് എല്ലാം നമ്മൾ കവർ ചെയ്യുന്നതാണ്. ഇതിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. ഇതൊരു അഡ്വാൻസ്ഡ് ക്ലാസ് ആയിരിക്കും. അതായത് നിങ്ങളുടെ കയ്യിൽ പ്രത്യേകിച്ച് ട്രേഡിംഗ് സെറ്റപ്പോ സ്ട്രാറ്റജി ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതാണ് ബെനിഫിറ്റ് ആകും തന്നെയാണ് എനിക്ക് വിശ്വാസം. ആൻഡ് ഒരുപാട് സ്റ്റുഡൻസ് നല്ല രീതിയിൽ ട്രേഡുകൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ലിങ്ക് യൂസ് ചെയ്തിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ടാർഗറ്റ് കിട്ടിയിട്ടേ നമ്മൾ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ സ്റ്റോപ്പ്. ഓക്കെ ഗീസ്, അപ്പം നമ്മൾ MCX നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻട്രാഡേ ടാർഗറ്റിന്റെ അടുത്ത് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാർഗറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതുവരെ വെയിറ്റ് ചെയ്തിരിക്കുക. അതിൻ്റെ ഇടയിൽ നമ്മൾ പാർഷ്യലി എക്സിറ്റ് ചെയ്യാനോ സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്യാനോ ടാർഗറ്റ് മോഡിഫൈ ചെയ്യാനോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. വെയിറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ട്രേഡിങ്ങിൽ ഡിസിപ്ലിൻ കൊണ്ടുവരുന്നത്. നമ്മളെല്ലാം പ്രീ പ്ലാൻഡ് ആയിരിക്കാം, അത് ഫോളോ ചെയ്യുക. അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് ഇമോഷൻസ് കൊണ്ട് ഇപ്പോൾ ബുക്ക് ചെയ്യാം, ഇപ്പോൾ എക്സിറ്റ് ചെയ്യാം, ചെറിയ പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടാർഗറ്റ് കുറച്ചുകൂടി മോഡിഫൈ ചെയ്യാം എന്നുള്ള ചിന്തകളൊക്കെ മാറ്റി വയ്ക്കുക. അങ്ങനെയുള്ള ചിന്തകൾ വരുവാണെങ്കിൽ അപ്പോൾ തന്നെ ഒരു ഡയറി എടുത്ത് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. കാരണം ഇതുപോലുള്ള ചിന്തകൾ വരുന്ന സമയത്താണ് നിങ്ങളുടെ പാസ്റ്റ് ഹിസ്റ്ററിയിലുള്ള വലിയ നഷ്ടങ്ങളൊന്നും ആലോചിച്ച് നോക്കിക്കേ. ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഇമോഷൻസ് എക്സ്ട്രാ തോന്നലുകൾ കൊണ്ടാണ് ഉണ്ടാവുന്നത്. റൈറ്റ്, അപ്പം ഇതുപോലുള്ള തോന്നലുകളൊന്നും ആവശ്യമില്ല. വെയിറ്റ് ചെയ്യാം, വളരെ കൂളായിട്ട് ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ്, വെയിറ്റ് ചെയ്തിരിക്കാം. ഈ ഒരു ട്രേഡ് ഇൻ കേസ് റിവേഴ്സ് വന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താലും ഓക്കെ, ടാർഗറ്റ് ഹിറ്റ് ചെയ്താലും ഓക്കെ, രണ്ടിലും നമ്മളൊരു ന്യൂട്രലായിട്ട് ഇരിക്കാം. റൈറ്റ്, നമ്മൾ അതിൽ ഒരുപാട് എക്സൈറ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. റൈറ്റ്, പലപ്പോഴും പല ആൾക്കാരും ചെയ്യുന്നതാണ്. പ്രോഫിറ്റ് വരുന്ന സമയത്ത് വളരെ അധികം എക്സൈറ്റ്മെന്റും സന്തോഷമൊക്കെ ആയിരിക്കും. പക്ഷെ നഷ്ടം വരുന്ന സമയത്ത് അവരാകെ ഡള്ളാവും. അവർ നെക്സ്റ്റ് ട്രേഡിന്റെ ഒരു ആത്മവിശ്വാസം പോലും അവർക്ക് എന്താണ് ലാസ്റ്റ് ട്രേഡിൽ നിന്നായിരിക്കും കിട്ടുക. ലാസ്റ്റ് ട്രേഡ് നഷ്ടമാണെങ്കിൽ നെക്സ്റ്റ് ട്രേഡ് എടുക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാകില്ല. ലാസ്റ്റ് ട്രേഡ് പ്രോഫിറ്റ് ആണെങ്കിൽ യെസ്, നല്ല ഹൈ കോൺഫിഡൻ്റ് ആയിരിക്കും നെക്സ്റ്റ് ട്രേഡ് എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ ടാർഗറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഹിറ്റ് ചെയ്തു, നല്ലൊരു ട്രേഡ് ആയിരുന്നു. റൈറ്റ്, റിഫ്രഷ് ചെയ്യാം. ടിക്കറ്റിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അവിടെ പെൻഡിങ് ഓർഡർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അത് എപ്പോഴും ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ സെൽ ഓർഡർ എക്സിക്യൂട്ട് ആവും, മറക്കരുത് ആ ഒരു കാര്യം. ഓക്കെ, അപ്പം ഞാൻ എൻട്രി എടുക്കാനുള്ള റീസൺ വളരെ സിമ്പിൾ റീസൺ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്താണ്. ആ ഒരു സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തു. വളരെ ഡിസിപ്ലിനോട് കൂടി ഞാൻ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ ഇനി ഞാനൊരു ട്രേഡിംഗ് ഇക്വിറ്റി സീരീസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കാം, എല്ലാ കാര്യങ്ങളും ഒത്തു വരുവാണെങ്കിൽ നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് നമുക്ക് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും പുതിയ വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ, താങ്ക് യു.